പഞ്ചാബിൽ പീഡനക്കേസ് പ്രതിയായ MLA പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. ആം ആദ്മി പാർട്ടി MLA ഹർമ്രീത് പത്താൻ മാജ്ര ആണ് ചാടിപ്പോയത്. പോലീസിന് നേരെ കൂട്ടാളികൾ വെടിയുതിർക്കുകയായിരുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അജീഷ്, സിനിമാ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും, അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും പ്രയോഗമുണ്ടെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഈ ചാട്ടത്തിന്, MLAയുടെ ചാട്ടത്തിന് യോജിക്കുകയെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ സിനിമയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു രക്ഷപ്പെടുത്തൽ സീന് കണ്ടിട്ടുള്ളൂ. അതേപോലെയാണ് ഇന്ന് ഈ പഞ്ചാബിൽ ഈ സംഭവം നടക്കുന്നത്. അവിടുത്തെ സനൂറിൽ നിന്നുള്ള MLA ആണ് ഹർമ്രീത് പത്താൻ മജ്ര, ആം ആദ്മി MLA ആണ്. അദ്ദേഹത്തിന് ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നത്. ഈ രണ്ട് വണ്ടികൾ കുറുകെ നിർത്തി ഇയാളുടെ കൂട്ടാളികൾ പോലീസിന് നേരെ വെടിയുതിർക്കുന്നു. ഇയാളും ഈ കൂട്ടാളികളുടെ തോക്ക് വാങ്ങി പോലീസിന് നേരെ വെടിയുതിർക്കുന്നു. തടയാൻ ശ്രമിക്കുന്ന പോലീസിന്റെ നേർക്ക് വണ്ടി ഓടിച്ചു കയറ്റുന്നു. അങ്ങനെ MLA അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. പോലീസ് കൂടുതൽ ഫോഴ്സിനെ എത്തിച്ച് ഒരു വാഹനം തടഞ്ഞു നിർത്തി അതിലുള്ള ആളുകളെ പിടികൂടിയെങ്കിലും MLA കടന്നു കളഞ്ഞു. MLA ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന്റെ ഈ സംഭവം തുടങ്ങുന്നത് ഇയാൾ ഈ ഒരു 2021 ഒരു വിവാഹം കഴിച്ചിരുന്നു. അത് വിവാഹമോചനം നേടിയ ഒരു 45-കാരിയായ സ്ത്രീയാണ് വിവാഹം ചെയ്തത്. ഇവരുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 2022 ഇലക്ഷൻ ഇയാൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഈ 2021 വിവാഹം ചെയ്ത ഈ പരാതി നൽകിയ സ്ത്രീയുടെ പേരല്ല സത്യവാങ്മൂലത്തിൽ നൽകിയത്, പകരം ഇയാളുടെ ആദ്യ ഭാര്യയുടെ പേരായിരുന്നു നൽകി. ഇതാണ് ഈ തർക്കത്തിന് തുടക്കം. പിന്നീട് ഇയാൾ പറഞ്ഞത്, ഈ സ്ത്രീയോട് പറഞ്ഞത്, ആദ്യ ഭാര്യയെ വിവാഹമോചനം ചെയ്തതിന് ശേഷം തൻ്റെ പേര് ചേർക്കാമെന്നുള്ള ഒരു ഔദ്യോഗികമായി അറിയിക്കാമെന്ന് ഈ സ്ത്രീയെ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അത് നടക്കാത്തതിനെ തുടർന്നാണ് ഈ സ്ത്രീ പോലീസിന് പരാതി നൽകിയത്. അടുത്തിടെ ഈ പഞ്ചാബ് സർക്കാരും ഈ MLAയും തമ്മിൽ തെറ്റിയിരുന്നു. സർക്കാരിന്റെ ഈ പ്രളയ ദുരിതാശ്വാസ നടപടികളെ വിമർശിച്ചുകൊണ്ടും ഇയാൾ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിൽ ലൈവ് അടക്കം ചെയ്തിരുന്നു. തുടർന്ന് ഈ സർക്കാരിന്റെ നടപടി അത് തന്നെ കുരുക്കാനാണെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വീഡിയോ കേട്ടിരുന്നു. അതിനുശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും ഈ നാടകീയമായിട്ടുള്ള നടപടിയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ MLA കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അജീഷ്, ഇയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രൊഫൈൽ പരിശോധിച്ചാൽ തന്നെ അടിമുടി ഒരു ഒറ്റ ബുദ്ധിയാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരം വലിയ ഗുണ്ടാസംഘത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ നിൽക്കുന്ന ഒരാൾ. എന്താണ് ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടി എടുക്കുന്ന നിലപാട്? നിലവിൽ പാർട്ടി ആം ആദ്മി പാർട്ടി ഇതുവരെയ്ക്കും ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തുടങ്ങിയ നടപടികളൊന്നും എടുത്തിട്ടില്ല. പാർട്ടിയും ഇയാളും തമ്മിൽ തെറ്റിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ തുടർന്നാണ് ഈ പ്രളയം വന്നപ്പോൾ, ഇപ്പോൾ പഞ്ചാബ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, സർക്കാരിന്റെ ദുരിതാശ്വാസ നടപടിയൊക്കെ വിമർശിച്ചുകൊണ്ട് ഇയാൾ ഫേസ്ബുക്ക് ലൈവൊക്കെ ചെയ്തിരുന്നു. സർക്കാർ കൊള്ളാത്ത സർക്കാരാണ്, ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പ്രളയം ഇത്രയധികം ജനങ്ങളെ ബാധിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത്. അപ്പോൾ തന്നെ പാർട്ടി ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു. പക്ഷേ ഇയാൾ വഴങ്ങിയില്ല. എന്തായാലും ഇയാൾ ഇപ്പോൾ പറയുന്നത്, അതായത് തന്നെ മെരുക്കാൻ ഈ സർക്കാരിനാവില്ല, തന്നെ ഈ കേസ് പോലും കെട്ടിച്ചമച്ചതാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇയാൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പോലീസ് ഈ അറസ്റ്റുമായി മുന്നോട്ട് പോയത്. ആ അറസ്റ്റിന് ശേഷമുണ്ടായ നടപടികൾ നമ്മൾ കണ്ടതുമാണ്. എന്തായാലും പോലീസിന്റെ പ്രഥമമായിട്ടുള്ള ഒരു പരിഗണന ഇയാളെ വീണ്ടും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഗോകുൽ, തീർച്ചയായും പഞ്ചാബ് പോലീസിന് നാണക്കേട് മറക്കേണ്ടതുണ്ട്. MLA ആണ് കൂട്ടാളികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വെടിയുതിർത്ത്, പോലീസിന് നേരെ വെടിയുതിർത്തും രക്ഷപ്പെട്ടിരിക്കുന്ന കസ്റ്റഡിയിൽ നിന്ന്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.